ഹായ് കൂട്ടുകാരെ, Urcreationsന്റെ രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. ഞാനിതിനു മുൻപ് ഒരുപാട് കേക്കിന്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദയവ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കണ്ട് അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി കേക്കുകളാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സ്വയമായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ കേക്കുകളൊക്കെ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കണതെന്ന് നമുക്ക് നോക്കാം. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പ്രത്യേകിച്ചും വാനില കേക്ക് ആയ കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരൊറ്റ തവണയാണ് അരിച്ചെടുത്തത്. ഇതുപോലെ 2 പ്രാവശ്യം കൂടി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച ശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സാക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. തീരെ വെള്ള നനവൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. എന്നിട്ട് അതിലേക്ക് 4 കോഴിമുട്ടയാണ് ഞാനിന്ന് എടുക്കുന്നത്. ആ 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് എഗ്ഗ് നന്നായിട്ടൊന്ന് പതച്ചെടുക്കുകയാണ്. എഗ്ഗിൻ്റെ കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവണം, അതുവരെ നമ്മൾ പതപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കണം. ഞാനിവിടെ മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കുകയാണ്. പഞ്ചസാര പൊടിച്ചെടുത്തത് ഒറ്റ ട്രിപ്പായിട്ട് ചേർക്കണ്ട, ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഓയിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ നന്നായിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചാറിയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള പാല് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്നും പറയണില്ല കേട്ടോ. നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആവണമെന്ന് അത്ര ആണ് പാല് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ട് കിട്ടി. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഈ മിക്സിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുവിധം ഈ മിക്സിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഓവർ മിക്സ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരുപാട് കട്ടിയായിട്ടോ നന്നായിട്ട് ലൂസായിട്ടോ ബാറ്ററി ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിച്ച ശേഷം ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ സൺഫ്ലവർ ഓയിലൊക്കെ പുരട്ടി അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പറൊക്കെ കറക്റ്റായിട്ട് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. കേക്ക് ട്രേയിലെ എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് ഈ അലുമിനിയം പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോണത്. അതിനായിട്ട് 10 മിനിറ്റ് മുമ്പ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള അലുമിനിയം പാത്രമാണ്. അതിനുള്ളിൽ ഒരു പ്ലേറ്റും കൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്ലേറ്റിൻ്റെ കളറൊക്കെ മാറിപ്പോയതാണ് കേട്ടോ. അതല്ലാതെ വേറെ കുഴപ്പമുള്ളതൊന്നുമല്ല. അതിലേക്ക് കേക്ക് ട്രേ ഇറക്കി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 45 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുകയാണ്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം.
കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പഞ്ചസാര ലായനി അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 മെഷറിംഗ് കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തണുക്കുന്നതിനായി ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇനി ഈ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ അടിഭാഗത്തുള്ള കവറൊക്കെ പൊളിച്ചു കളയാനായിട്ട് പോവാണ്. കണ്ടില്ലേ എത്ര കറക്റ്റായിട്ടാണ് കേക്ക് വന്നിരിക്കുന്നത്. വളരെ സ്പഞ്ചി ആയിട്ട് നല്ല പഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒറിജിനൽ വാനില കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ അടിപൊളി കേക്കായിട്ട് വന്നിരിക്കുകയാണ്. ഈ കേക്കിനെ ഇനി നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് നൂല് വെച്ചിട്ടല്ല കട്ട് ചെയ്തെടുക്കുന്നത്, നൈഫ് വെച്ചിട്ടാണ്. നൂല് വെച്ച് കട്ട് ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള എൻ്റെ കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോസിലൊക്കെ നൂല് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഇതുപോലെ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഈ ബ്ലേഡും ബൗളും കൂടിയിട്ട് 4 മണിക്കൂർ നേരം ഫ്രീസറിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കായിരുന്നു. ഫ്രിഡ്ജിലല്ല കേട്ടോ, ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പോണത്. ഞാനിന്ന് ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോണത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വിപ്പിംഗ് ക്രീമാണ്. ഇത് 500 ഗ്രാമാണ് കേട്ടോ. ആ 500 ഗ്രാമും നമുക്ക് ഇന്ന് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ലോ സ്പീഡിൽ, പിന്നെ മീഡിയം, അത് കഴിഞ്ഞിട്ട് ഹൈ സ്പീഡിൽ, അങ്ങനെ ഒരു 6 മിനിറ്റ് നേരം ഞാൻ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിലേക്ക് ഐസിങ് ഷുഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഈ വിപ്പിംഗ് ക്രീമിന് ഒരുവിധം നന്നായിട്ട് മധുരമുണ്ട്, അതുകൊണ്ട് അധികം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അത് കാരണമാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ മാത്രമേ മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതല്ല, നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് ലെയർ കേക്കിൻ്റെ മുകളിൽ മുഴുവനായിട്ടും നമ്മുടെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ഭാഗം കാണാനായിട്ട് പാടില്ല, മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ വിപ്പിംഗ് ക്രീം തേക്കുക. അത് കഴിഞ്ഞ് അടുത്ത ലെയർ വെക്കുക. അടുത്ത ലെയർ വെച്ചാലും ഫുള്ളായിട്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. നെക്സ്റ്റ് ലെയർ വെക്കുക. മൂന്ന് ലെയർ കേക്കിലും ഷുഗർ സിറപ്പ് പരട്ടി അതിൻ്റെ മുകളിലും സൈഡ് ഭാഗത്തും എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. മുകൾ ഭാഗവും സൈഡ് ഭാഗവും കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ട് സൈഡ് ഭാഗവും അതുപോലെ മുകൾ ഭാഗവും ഒക്കെ കറക്റ്റാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ സൈഡ് ഭാഗത്ത് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുന്നുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിൽ നോസിലിട്ട ശേഷം ഇതുപോലെ വിപ്പിംഗ് ക്രീം നിറച്ച് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ചുറ്റുഭാഗത്ത് മുഴുവനായിട്ടും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ഫ്ലവേഴ്സിൻ്റെ മുകളിലും ഓരോ ചെറി വീതം വെച്ച് കൊടുക്കാം. നടുഭാഗത്ത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുക്കിംഗ് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തത്. അതല്ല, നിങ്ങളുടെ കയ്യിൽ മിൽക്കി ബാർ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ചിരകി എടുത്തിട്ട് അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും മതി. പിന്നെ ഇതിന് മുകളിൽ മാത്രമല്ല കേട്ടോ, ഞാൻ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇതാ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കറക്റ്റ് ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ലെയറായിട്ട് തന്നെയല്ലേ വന്നിരിക്കണേ, നോക്കി നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.